ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൊയോട്ടയുടെ ക്രിസ്റ്റ, ഇന്നോവ ക്രിസ്റ്റ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ വളരെയധികം വർക്ക് നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. ഈ വീഡിയോ ഈ പറഞ്ഞ പോലെ കുറച്ചാണ് മുമ്പ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ്. പക്ഷേ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് മാത്രം. ഇത്തിരി തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അത് കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു വർക്ക് ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ ആ ലോഗോ ഉണ്ട്, ടൊയോട്ടയുടെ ലോഗോ, അതേപോലെ തന്നെ ടൈൽ ലൈറ്റ്, ഇത് ഫുള്ള് നമ്മൾ മാറാണ്. ഇത് ഫുള്ള് മാറിയിട്ട് ഇപ്പോഴത്തെ മാട്രിക്സ് ടൈപ്പ് നമ്മുടെ LED ഫോഗ് ലാമ്പാണ് നമ്മൾ വെക്കുന്നത്. അതേപോലെ തന്നെ ഒരു റിയർ ഗാർഡ്, അതേപോലെ ഡിക്കി സ്റ്റീമർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഉള്ളിലേക്ക് കുറച്ച് വർക്കുകൾ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ വുഡൻ്റെ ഒരു സ്റ്റൈലിഷ് കിറ്റ്, വുഡൻ്റെ വീട്ടിലെ ഡിസൈനിൽ വരുന്ന നല്ലൊരു കിറ്റ് അതിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൈലൈറ്റ് മാറാണ്. അപ്പോൾ ഇതിൻ്റെ ടൈലൈറ്റ് ഫുള്ള് ടൈലൈറ്റ് നമ്മൾ മാറിയിട്ട് കണക്റ്റിംഗ് ടൈൽ ലാമ്പും കൂടി, 2 ടൈൽ ലാമ്പിൻ്റെ ഇടയിൽ വരുന്നൊരു പീസ് ഉണ്ട്, ആ ലോഗോ കാണിച്ചിരുന്നില്ല, ആ പീസും മാറ്റി നമ്മൾ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ടൈലൈറ്റ് വരുന്നത്, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് മാട്രിക്സ് ടൈപ്പാണ്, LED മോഡല്, LED ആണ്, LED മോഡലല്ല, LED ആണ്, ഇമ്പോർട്ടഡ് ആണ്. നമുക്ക് ഇതെല്ലാം വണ്ടിക്ക് ഇപ്പോൾ LED ടൈൽ ലാമ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ കപ്ലറാണ് കേട്ടോ, മെയിൽ ഫീമെയിൽ കപ്ലർ ഇട്ടുള്ള പ്ലഗിങ് ആണ്. യാതൊരു കാരണവശാലും വയർ കട്ടിങ്ങോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും നമുക്ക് വരുന്നില്ല. കറക്റ്റ് നമ്മൾ അതിലുള്ള ടൈലൈറ്റ് ഊരുന്നു, ഇത് അതിൽ വെക്കുന്നു, ആ കണക്ഷൻ അവിടെ കൊടുക്കുന്നു. കണക്ഷൻ കറക്റ്റ് അവിടെ വന്നെടുക്കുന്നുണ്ട്. അവിടെ ഒരു കപ്ലർ വന്നെടുക്കുന്നുണ്ട്. ആ പഴയ ടൈലൈറ്റ് ഊരുമ്പോൾ ആ പഴയ ടൈലൈറ്റിന്റെ കപ്ലർ നമ്മൾ വേറെ കപ്ലറിന്റെ ഉള്ളിൽ നിന്നാണ് ഊരെടുക്കുക. അതിലേക്ക് ഈ കപ്ലർ കണക്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ യാതൊരുവിധ വയർ കട്ടിങ്ങോ അല്ലെങ്കിൽ വയറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂസും നമുക്കിതിൽ വരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ കണക്റ്റിംഗ് ടൈൽ ലാമ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്പർ പ്ലേറ്റിന്റെ മുകളിൽ വരുന്നൊരു പീസ് ഉണ്ട്, ആ പീസും നമ്മൾ മാറും. ആ ലോഗോ വരുന്നുണ്ടല്ലോ, ആ ലോഗോ വരുന്ന പീസ് ഇതാണ് നമ്മളതിൽ വെക്കുന്നത്. ഇത് ശരിക്കും നല്ല ഷോ വരുന്നൊരു ഐറ്റാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഫുൾ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് ഒരു LED ഫുൾ കത്തി നിൽക്കും ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുള്ള ഇൻഡിക്കേറ്റർ, സാധാരണ ഇന്നോവ ക്രിസ്റ്റയിൽ പറഞ്ഞ പോലെ വെറുതെ ഒരു ഫ്ലാഷിങ്ങിൽ ചെറിയൊരു പീസല്ലാന്ന്, നീളത്തിൽ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ അത് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ആ ലോഗോ നമ്മൾ ഊരി, ബാക്കിലുണ്ടായിരുന്ന ആ പീസ് നമ്മൾ ഊരി, അതുമെന്ന് അതിൻ്റെ ലോഗോ ഉണ്ടല്ലോ, ലോഗോ ആ ഫുൾ ഷീറ്റുമെന്ന് ആ ലോഗോ ഊരി എടുത്തിട്ട് വേണം നമ്മുടെ പുതിയ ഇതുമയ്ക്ക് വെക്കാനായിട്ട്. ഈ സത്യം പറഞ്ഞാൽ ശരിക്കും ഇന്നോവ ക്രിസ്റ്റ കഴിഞ്ഞപ്പോൾ ഹൈക്രോസ് ഇറങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 6 മാസം മുമ്പ് ഹൈക്രോസ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പേ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോഴേക്കും വേറെ വീഡിയോകൾ വരുമ്പോൾ അതവിടെ കിടന്നു. ഇപ്പോൾ ഒന്നിപ്പോൾ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഒരു വീഡിയോയിൽ കിടക്കുന്നത് നമ്മളെ ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴായ ആൾക്കാർക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇന്നോവ ക്രിസ്റ്റ എപ്പോഴും ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ക്രിസ്റ്റ ഇറങ്ങിയിട്ടുള്ളതാണ്. നല്ല അടിപൊളി ന്യൂ ജെൻ മോഡലാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ലോഗോ വരുന്ന പ്ലേറ്റ്, ആ കണക്റ്റിംഗ് ടൈൽ ലാമ്പിന്റെ ഇടയിൽ 2 ടൈൽ ലാമ്പിന്റെ ഇടയിൽ വരുന്ന പീസാണ്. അതിൽ നിന്ന് നമ്മൾ ആ ലോഗോ ഊരിയെടുത്തു. കറക്റ്റ് ആ ലോഗോ ഊരിയെടുത്തിട്ട് നമ്മൾ പുതിയതിലേക്ക് ആഡ് ചെയ്യണം. ഇതാണ് അതിന്റെ ലോഗോ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഊരിയെടുത്താണ് അതിൽ നിന്ന്. നമ്മൾ ഈ കണക്റ്റിംഗ് LED ആ ലോഗോ ഇല്ല, അതിനുള്ള ഗ്യാപ്പ് അവർ കൊടുത്തിട്ടുണ്ട് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഊരിയെടുത്തു, അതിൽ 3 mm ടേപ്പ് വെച്ച് ഒട്ടിച്ചു. ഇനി നമുക്കത് അതിലേക്ക് ആഡ് ചെയ്യണം. അത് മാത്രമല്ല, ഈ കസ്റ്റമർ എനിക്ക് തോന്നുന്നു കോഴിക്കോട് വശത്തുനിന്നാണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. കോഴിക്കോടായിരുന്നു എൻ്റെ ഓർമ്മ. കണ്ടപ്പോൾ ഇൻഡിക്കേറ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്ക് വെച്ച് നോക്കിയത് മാത്രം, കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഫുൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഞാൻ ലാസ്റ്റ് ഇത് വർക്ക് വെച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞത് സ്മോക്ക് ടൈപ്പാണ്. ഒരു ബ്ലാക്ക് കളർ പോലെ ഒരു സ്മോക്ക് ടൈപ്പാണ് നമുക്ക് ടൈലൈറ്റ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു അണ്ടർ സീറ്റ് സബ് ഊഫർ ഗോ മെക്കാനിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ, അത് 10 ഇഞ്ചിൻ്റെ ആണ്. നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ളൊരു സബ് ഊഫർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അണ്ടർ സീറ്റ് സബ് ഊഫറാണ്. നമുക്ക് വേറെ സ്പേസ് ഒന്നും പോലും, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയൊരു പീസാണ്. ചെറിയ പലക പോലെ അത് ശരിക്കും സീറ്റിന്റെ അടിയിലേക്ക് കറക്റ്റായിട്ട് പോവുകയും ചെയ്യും. നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വർക്കിംഗ് ആണ്. ഡിക്കി സ്പേസ് പോവില്ല. ഈ ക്രിസ്റ്റയ്ക്ക് നോക്കിയേക്കും ബാക്ക് ഡിക്കി സ്പേസ് കുറവാണ്.
അപ്പോൾ ബാക്കിൽ വലിയൊരു ബാസ് ട്യൂബ് അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ നമുക്ക് സ്പേസ് കിട്ടില്ല. അപ്പോൾ ഈ അണ്ടർ സീറ്റ് സബ് വൂഫറും കൂടി നമ്മളിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഗോ മെക്കാനിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അണ്ടർ സീറ്റ് സബ് വൂഫറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിലെ ടൈൽ ലൈറ്റ്, ഫുൾ ടൈൽ ലൈറ്റിന്റെ ഫിറ്റിംഗ്സ് അവിടെ കഴിഞ്ഞു. കണ്ട എന്ത് ഷോ ആയി ശരിക്കും. വൈറ്റ് വണ്ടിയുമ്പോൾ സ്മോക്ക് ടൈപ്പ് ഈ കണക്റ്റിംഗ് LED അതേപോലെ തന്നെ ടൈൽ ലാമ്പും വന്നപ്പോൾ നല്ല ഷോ ആയി. നല്ല ശരിക്കും ഒരു നല്ല എന്താ പറയുക, നല്ലൊരു പ്രീമിയം ലുക്ക് അതിമയ്ക്ക് വന്നു. മറ്റേ സാധാരണ ഒരു ടൈൽ ലൈറ്റ് ആണ് നമുക്ക് ഇതിലേക്ക് വരുന്നത്. ഫുൾ ലൈറ്റ് കത്തും ചെയ്യൂട്ടാ. ഇതിലൊക്കെ ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഐറ്റാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇനി നമുക്ക് ഉള്ളിൽ വേറെ കുറച്ച് വർക്കുകളുണ്ട്. അത് മെയിനായിട്ട് നമുക്ക് അണ്ടർ സെറ്റ് സബ് വൂഫറിന്റെ വർക്ക് ഞാൻ പറഞ്ഞിരുന്നു. അത് സെറ്റ് ചെയ്യുന്ന അതിന്റെ കണക്ഷനും കാര്യങ്ങളും എടുക്കണം. പിന്നെ നല്ലൊരു ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞ നല്ല ഹെല്ലയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹോൺ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി വരുന്ന 2 ഹോൺ, ഇന്നോവ ക്രിസ്റ്റയിലൊക്കെ 2 ഹോൺ വരുന്നുണ്ട്. ഹോണിന്റെ കപ്ലർ പിടിക്കുന്നു, ഹോൺ അഴിച്ചു മാറ്റുന്നു, ഈ ഹോണിലേക്ക് ആഡ് ചെയ്യുന്നു. വയർ കട്ടിങ്ങോ കാര്യങ്ങളോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും നമുക്കതിൽ വരുന്നില്ല. അപ്പോൾ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലെ സീറ്റ് നമ്മൾ അഴിച്ചു. അതിൻ്റെ അടിയിലാണ് നമ്മൾ ഈ ആമ്പ് സെറ്റ് ചെയ്യുന്നത്. ഈ ആമ്പ് നല്ല വർക്കിംഗ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആമ്പാണ്. അതേപോലെ തന്നെ ബാക്കിലേക്ക് ഞാൻ പറഞ്ഞിരുന്നു റിയർ ബമ്പർ ഗാർഡ്, ബൈക്ക് ഗാർഡ് എന്ന് പറയും. അതും കമ്പനി വരുന്ന നല്ല OE മോഡല് ഒരു റിയർ ബമ്പർ ഗാർഡ് നമ്മളിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ തൊട്ട് മുകളിലൊരു സ്റ്റീലും ബ്ലാക്കും കൂടിയിട്ട് ഒരു പീസ് കണ്ട ശരിക്കും ഡിക്കി ഡോറിന്റെ അടിയിൽ അത് നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു സ്പെഷ്യൽ ഐറ്റാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. VT കളറിൽ വരുന്ന ഒരു സ്റ്റൈലിഷ് കിറ്റ് നമ്മൾ ഈ വണ്ടിയിലേക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇന്റീരിയർ ഫുള്ള് ഈ സ്റ്റൈലിഷ് കിറ്റ് വെച്ചുകൊണ്ട് ഒട്ടിക്കാൻ പോണ്. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ ശരിക്കും നല്ല പ്രീമിയം അയച്ച ബേസ് മോഡൽ വണ്ടിയുടെ ഉള്ളിലൊക്കെ കാണും വെറുതെ ഇന്നോവ ക്രിസ്റ്റൽ ഫുൾ ബ്ലാക്കാണ്, ഒരു ഷോ ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫുള്ള് ഈ സ്റ്റൈലിഷ് കിറ്റ് കൊണ്ട് ഒട്ടിക്കുകയാണ്. ഒരു കിറ്റാണ് വരുന്നത്. അത് സ്റ്റിയറിംഗ് മേക്ക്, അതേപോലെ തന്നെ ഡോർ പാഡ് മേക്ക്, അതേപോലെ തന്നെ ഫ്രണ്ട് ഡാഷ്ബോർഡ് മേക്ക്, അതേപോലെ AC വെന്റ് മേക്ക്, അങ്ങനെ നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു കിറ്റാണ് നമ്മൾ ഇതിലേക്ക് ഒട്ടിക്കാൻ പോകുന്നത്. ഇത് ശരിക്കും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3M ടൈപ്പ് വെച്ചിട്ടാണ്, ടൈപ്പ് കൂടിയിട്ടാണ് വരുന്നത്. നമ്മൾ വെറുതെ ആ ടൈപ്പ് പൊളിക്കുന്നു, ഇതാണ്ട് വെച്ച് പ്രസ് ചെയ്യുന്നു. കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാനത് വീണ്ടും കൃത്യമായിട്ട് കാണിച്ചു തരാം. നമുക്ക് ബാക്കിലെ ടൈലൈറ്റും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണാം. അതേപോലെ തന്നെ ഞാൻ ബാക്കിലെ ബമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. ബമ്പർ എന്ന് വെച്ചാൽ റിയർ ഗാർഡ്, ബാക്ക് ബമ്പറും വരുന്ന റിയർ ഗാർഡ് ശരിക്കും നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഐറ്റാണ്. അതേപോലെ ഇതെന്ന് വെച്ചാൽ ക്രിസ്റ്റാന്ന് എഴുതിയിട്ടുണ്ട് അതിൽ കറക്റ്റായിട്ട്. അതിന് ഡിക്കി സ്റ്റീമർ എന്നാണ് അതിനെ പറയാം. ശരിക്കും ആ ബ്ലാക്കും സിൽവറും കൂടി വരുന്ന മുകളിൽ ഒട്ടിച്ചിട്ടുള്ള ഭാഗം ഡിക്കിന്റെ ഡോറിന്റെ തൊട്ട് താഴെ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റിയർ ഗാർഡിനെ ബൈക്ക് ഗാർഡ് എന്ന് പറയും. അതും നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു മോഡലാണ്. ഇനി നമുക്കൊന്ന് കത്തിച്ച് കാണാം. നമ്മളിതേ പാർക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. കാരണം മാട്രിക്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ, കണ്ട നല്ല സ്റ്റൈലായിട്ടാണ് കത്തി വരുന്നത്. എന്ത് സൂപ്പർ ആയിക്കണേ. ഇത് വണ്ടി ഓടിക്കുമ്പോൾ പാർക്ക് ബൾബ് ഇടുമ്പോൾ ഇത് ഇങ്ങനെ കത്തി അങ്ങോട്ട് നിൽക്കും. ഇനി നമ്മൾ ബ്രേക്ക് ചവിട്ടണമെങ്കിലോ അത് ബ്രൈറ്റ് ആവും. അതിൻ്റെ അടിയിൽ ഇന്നോവാന്ന് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ആ ലോഗോന്റെ പീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിന്മേൽ കറക്റ്റായിട്ട് ഇന്നോവാന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് LED ആണ്, സാധാരണ ബൾബല്ല. LED ടൈപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഐറ്റാണ്. നമ്മൾ പാർക്ക് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് തന്നെ അത് കത്തി നിൽക്കും. ശരിക്കും നല്ല ഷോ വരുന്നൊരു ഐറ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വണ്ടിക്കും നമുക്ക് ഇതുപോലെ ഈ കണക്റ്റിംഗ് ടൈൽ ലാമ്പ് എല്ലാ വണ്ടിക്കും വരുന്നില്ല, പക്ഷെ LED ലൈറ്റ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ ബ്രേക്ക് ചവിട്ടിയിരിക്കാനാട്ടാ.
ബ്രേക്ക് ചവിട്ടിയപ്പോൾ അത് ബ്രൈറ്റായി. ഇപ്പം നേരത്തെ വളരെ ലൈറ്റായിട്ട് പാർക്കിലിട്ടപ്പോൾ വളരെ ലൈറ്റായിട്ടൊക്കെ എത്തിയിരുന്നുള്ളൂ. നമ്മൾ ബ്രേക്ക് ചവിട്ടിയപ്പോൾ അത് ബ്രൈറ്റായി. പക്ഷെ കണക്റ്റിംഗ് ടൈൽ ലാമ്പിന് ആ ഫ്രണ്ട് സെൻറ്ററിൽ വരുന്ന പീസ് അതേപോലെ തന്നെ, അതിൽ മാറ്റം വരുന്നില്ല. ഇതിൽ മാത്രം ബാക്കി ടൈലൈറ്റുമത്തെ ബ്രേക്ക് LED ആണ് ബ്രൈറ്റ് ആയിട്ടുള്ളത്. മറ്റേത് പഴയ പോലെ തന്നെ ഡിമ്മായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു. അപ്പോൾ ഹസാർഡാണ് ഇപ്പോൾ ഓൺ ചെയ്തിരുന്നത്, 2 സൈഡിലേക്കും ഫ്ലാഷ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഐറ്റാണ്, അത് സൈഡിലേക്ക് ഫ്ലാഷ് ചെയ്യുന്ന ടൈപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർക്കിംഗ് തന്നെയാണത്. ശരിക്കും വണ്ടിക്ക് നല്ലൊരു ലുക്ക്, പ്രീമിയം ലുക്ക് തന്നെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ബ്രേക്ക് ചവിട്ടി, ഇത് ഹസാർഡ് ഓഫ് ചെയ്തു, ബ്രേക്ക് ചവിട്ടി. അതുപോലെ റിവേഴ്സ് ഗിയർ ഇട്ടുണ്ട് നമ്മൾ, ആണ് റിവേഴ്സ് ഗിയറിൻ്റെ ആണ് വൈറ്റ് ലൈറ്റ് കത്തിയാക്കണത്. ബ്രേക്ക് ഒന്ന് കാലെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഒന്നുകൂടി ലൈറ്റ് നമുക്ക് വൈറ്റിന് തോന്നിക്കും. കണ്ട, ഇത് റിവേഴ്സ് 2 ഇതിലും നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ട, ബ്രേക്കിൽ നിന്ന് കാലെടുത്തപ്പോൾ മറ്റേത് പാർക്ക് മാത്രമായി. അപ്പോൾ റിവേഴ്സ് ലൈറ്റ് ഒന്ന് അടുത്ത് നമുക്കൊന്ന് കാണാം. നല്ല സ്റ്റൈലായിട്ടുള്ളൊരു റിവേഴ്സ് ലൈറ്റ് നമ്മളതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൽ വരുന്നുണ്ട്. ഇത് ശരിക്കും നല്ല ഷോ വരുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഷോ വരുന്നൊരു ഐറ്റമാണ്. ഫുള്ളായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഒരു ലുക്ക് തന്നെയാണ്. ഇതിപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു, ഇത് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു, അടുമ സൈഡിലേക്ക് അത് കറക്റ്റായിട്ട് ഫ്ലാഷായി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് കുറച്ച് നാളായി ഈ വർക്ക് നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഇടുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. ഇത് ശരിക്കും നല്ലൊരു ഷോ വണ്ടിക്ക് വരുത്തുന്ന ഒരു ഐറ്റാണ്. ബാക്കിലെ കണക്റ്റിംഗ് ടൈൽ ലാമ്പും അതേപോലെ തന്നെ ടൈലൈറ്റും, അത് സ്മോക്ക് ടൈപ്പ്. നമ്മൾ ഈ വൈറ്റും അതേപോലെ വൈറ്റ് ഗ്ലാസും അതേപോലെ തന്നെ റെഡ് ഗ്ലാസ്സാണ് ശരിക്കും അതുമ്പോൾ വരാം. ഇത് സ്മോക്ക് ടൈപ്പാണ്. ഇപ്പം എന്താ നോക്കിയാൽ നമ്മുടെ സ്റ്റൈലിഷ് കിറ്റ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇതേ ഫ്രണ്ടിൽ 2 പീസ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അത് അവിടേക്ക് ഒരു പീസ് വരും, അതിലേക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങും പീസുകൾ വരും കേട്ടോ. ഈ ഡോർമിഴിക്ക് വരും, ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീറിംഗ് മിഴിക്കും ആ പീസ് വരും. ഇവിടേക്കൊക്കെ ആ പീസ് വരുന്നതാണ്. ശരിക്കും നല്ല ഷോ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇപ്പോൾ കൈ വെച്ച ഭാഗത്തൊക്കെ അത് വരും. ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചതാണ്. വെറുതെ നമ്മുടെ ടേപ്പ് അതിൽ തന്നെ 3mm ടേപ്പ് ഉണ്ട്. ആ ടേപ്പ് പൊളിക്കാൻ എന്നിട്ട് വെറുതെ അതിലേക്ക് ഒട്ടിച്ച് വെക്കാണ്. ശരിക്കും നല്ല ഷോ വരുന്നൊരു ഐറ്റം തന്നെയാണ്. നമുക്കെല്ലാം ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ഓടിച്ചൊന്ന് കാണാം. ഇത് ഡോർ പാഡമിക്ക് വരുന്നത്. ഡോർ പാഡമിക്കും നല്ലൊരു ഷോ വരുന്നതായിട്ടാണ്. കൈ വെക്കുന്ന ഭാഗത്തൊക്കെയും അഴുക്ക് വരിക, അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്കതിൽ വരുന്നില്ല. ഇതൊന്ന് പിടിക്കുക, നല്ല ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള ഒരു ഐറ്റമാണ്. അത് നമ്മുടെ VTയുടെ കളറാണ് അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അവർ കമ്പനി VT കളറിലുള്ളതാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി അടുത്തേക്ക് എടുത്ത് കണ്ട. അപ്പോൾ ആ ഡോറിൽ 2 പീസ് വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പവറിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ ഒരു പീസ്, പിന്നെ നമ്മുടെ ഹാൻഡിലിൻ്റെ ക്യാച്ച് കവറിൻ്റെ അവിടെ ഒരു പീസ്, ഇവിടെ AC വെൻറ്റിൻ്റെ അവിടെ ഒരു പീസ്, ഡാഷ്ബോർഡിൽ അതുപോലെ നീളത്തിലൊരു പീസ്. അതേപോലെ തന്നെ ബാക്കിലും വരുന്നുണ്ട്. ബാക്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ബാക്ക് ഡോറിലും ഇത് ഐറ്റം വരുന്നുണ്ട്. കണ്ട, ബാക്കിലെ ഡോറിൽ നല്ല നീളത്തിലൊരു പീസ് വരുന്നുണ്ട്. അത് 3 പീസായിട്ട് വരുന്നതാണ്. കണ്ട, ഈ ക്യാച്ച് കവറിൻ്റെ തൊട്ടുപുറത്തൊരു പീസ്, ക്യാച്ച് കവറിൻ്റെ ഒരു പീസ്, പിന്നെ പവർ വിൻഡോൻ്റെ അവിടെ ഒരു പീസ്. അങ്ങനെ 3 പീസായിട്ട് വരുന്നത്. ഇതൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഒക്കെ 3mm ടൈപ്പ് വെച്ച് ഒട്ടിക്കുന്ന ടൈപ്പാണ്. ശരിക്കും നല്ല ഷോ വരുന്നൊരു ഐറ്റാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. വണ്ടിയുടെ ഉള്ളിലേക്ക് നല്ലൊരു പ്രീമിയം ലുക്കായി. മറ്റേതൊക്കെ ആ ഭാഗമൊക്കെ ഫുൾ ബ്ലാക്ക് ആയിരുന്നു. ഇന്നോവ ശരിക്കും ക്രിസ്റ്റയില് ബേസ് മോഡലാണെങ്കിൽ ഒന്നൊരു ചൂടില്ല കാണാനായിട്ട് ഡാഷ്ബോർഡ്. ഇപ്പം ഇത് വന്നപ്പോൾ നല്ല ഷോയായി. അതേപോലെ തന്നെ ഇതിൽ ഇങ്ങനെ ഒട്ടിക്കാനുണ്ട് കേട്ടോ. നമുക്ക് മുകളിൽ റൂഫിൽ ബാക്കിലേക്കുള്ള AC വെൻറ്റിൻ്റെ അവിടേക്ക് നമുക്ക് ആ പീസ് വരുന്നുണ്ട്. കണ്ട, ശരിക്കും നല്ലൊരു ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് വന്നു. വണ്ടി പ്രീമിയം വണ്ടി തന്നെയാണെങ്കിലും ഡാഷ്ബോർഡിൽ സാധാരണ ബേസ് മോഡലിലെ വണ്ടിയുടെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഫുൾ ബ്ലാക്കാണ്. ആ സ്റ്റീരിയോ ഉള്ളിടത്ത് മാത്രമാണ് ഒരു ചെറിയൊരു ഗ്ലോസി പാനൽ വരുന്നുള്ളൂ. മറ്റൊക്കെ മാറ്റ് ഫിനിഷും അതുപോലെ റഫായി കിടക്കുന്ന ഭാഗമാണ്. ഇതിപ്പോൾ കറക്റ്റ് നമ്മളിപ്പോൾ ഇത് ഒട്ടിച്ചപ്പോൾ നല്ല ലുക്കായി. വണ്ടിയുടെ ഉള്ളിലേക്ക് കണ്ട് നല്ല നോട്ടായി. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഫ്രണ്ടിൽ നമ്മുടെ മീറ്ററിൻ്റെ മുകളിലും ഒരു പീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റീറിംഗ് മിഴിക്ക് ഒരു പീസ് വരുന്നുണ്ട്. AC വെൻറ്റിൻ്റെ അവിടെ മുകളിലേക്കും അത് ആ പീസ് വരുന്നുണ്ട്. ഓടിച്ച് കാണാം. അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മളിൽ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള വർക്ക് ബാക്കിലെ ടൈലൈറ്റ് ആണ്. അത് നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് നല്ല ഷോ വരുന്ന ഒരു ഐറ്റാണ് നമ്മളതിൽ ചെയ്തിരിക്കുന്നത്.
അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് ഈ സ്റ്റൈലിഷ് കിറ്റ്. അത് ബ്യൂട്ടി കളറിലുള്ള ഒരു സ്റ്റൈലിഷ് കിറ്റാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. കണ്ട അതിൻ്റെ ഇടയിലേക്കൊക്കെ പീസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അല്ല ശരിക്കും ഡാഷ്ബോർഡിലേക്ക് നല്ല ഷോ ചെയ്യാൻ ശരിക്കും മീറ്റർ ബോർഡിന്റെ മുകളിലും വന്നു, 2 സൈഡിൽ 2 ഭാഗത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർക്കുകൾ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല ഷോ വരുന്ന 2 ഐറ്റം. ഒന്ന് നമ്മുടെ വുഡൻ്റെ ഈ സ്റ്റൈലിഷ് കിറ്റ് കണ്ട മുകളിലുണ്ട്, AC വെന്റിൻ്റെ അവിടെ, AC സ്വിച്ചിൻ്റെ അവിടെ ഒക്കെ നമുക്കത് വരുന്നുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ റൂഫിലേക്ക് നോക്കുമ്പോഴേക്കും നല്ല സ്റ്റൈലാണ്. ബാക്കിലേക്കും AC വെന്റ് വരണോടത്ത് ഈ പീസ് വരുന്നുണ്ട്. അപ്പം അത്രയധികം എണ്ണ നമുക്ക് ഈ സാധനം ഒരു കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം പീസ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഫുള്ള് നമ്മൾ ഒടിച്ചാൽ ബാക്ക് ഡോറിലാണ് ഇത്തിരി കൂടുതലായിട്ട് വരുന്നത്, നല്ല നീളത്തിൽ വരുന്നുണ്ട്. എർട്ടിക വണ്ടിയിൽ നമുക്ക് അങ്ങനെ നീളത്തിൽ, ഫ്രണ്ട് ഡോറിൽ നല്ല നീളത്തിൽ 2 പീസ് വരുന്നത്. ഇതിലും അതേപോലെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് നമ്മളിൽ ചെയ്ത് സ്റ്റിയറിംഗ് നമ്മൾ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് സ്റ്റിയറിംഗ് ഇല്ല, പക്ഷേ സ്റ്റിയറിംഗ് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.